ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സംസ്ഥാനത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇടതു മുന്നണി. ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യവുമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് മറ്റു മുന്നണികൾ പ്രചാരണം തുടങ്ങിയിട്ടുള്ളത് പോലും എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയണം. 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് മണ്ഡലം കൺവെൻഷനുകൾ ഇടതുമുന്നണിയുടെ നടക്കാനിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വിജിൻ ഉൾപ്പെടെ നമ്മുടെ വിവിധ പ്രതിനിധികൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് സുജു ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് തിയോഫൻ അടക്കമുള്ള നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. വിജിനിലേക്കാണ് ആദ്യം. വിജിൻ, തിരുവനന്തപുരത്ത് ഇന്ന് മണ്ഡലം കൺവെൻഷനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതെങ്ങനെയാണ് പരിപാടികൾ? കാവ്യ, ഇന്ന് 3 മണിക്കാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ വി ജോയ് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്യുക. വലിയ തരത്തിലുള്ള ഇടതുമുന്നണിയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ നേതാക്കളും ഉൾപ്പെടെ ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ ആയിരിക്കും കൺവെൻഷൻ നടക്കുക. എന്തായാലും അതുപോലെ തന്നെ 4 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ പന്നിൻ രവീന്ദ്രൻ്റെ LDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കും. ഇതോടുകൂടി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ് ഇടതുപക്ഷം. അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇന്നലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടേ ഉള്ളൂ. BJP കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചെങ്കിലും വളരെ സജീവമായിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഇടതുമുന്നണി അതിൻ്റെ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ വീടുകൾ കയറി പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒപ്പം തന്നെ സ്ഥാപനങ്ങളും ആളുകളെയും ഒക്കെ സന്ദർശിച്ചുള്ള പ്രചാരണമായിരുന്നു. ചില സ്ഥലങ്ങളിൽ റോഡ് ഷോ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രചരണം നടത്തി. അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുന്നത്. രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ പൂർണ്ണമായും നാടുകളിലും ഗ്രാമങ്ങളിലും ഒപ്പം തന്നെ നഗരങ്ങളിലും ഒക്കെ എത്തി അവിടുത്തെ ഓരോ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള അത്തരത്തിലുള്ളൊരു രീതിയിലേക്കാണ് ഇടതുപക്ഷം കടക്കാൻ പോകുന്നത്. എന്തായാലും വലിയ നിലയിലുള്ള സ്വാധീനം ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങൾ പൂർണ്ണമായും അവരിൽ എത്തിക്കാനുള്ള അത്തരം ഒരു സാഹചര്യം ഉണ്ടായി ഈ ദിവസങ്ങളിൽ എന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുതന്നെയാണ് ഇന്നലെ LDF കൺവീനർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ പാർലമെൻറ്റ് കൺവെൻഷൻ കഴിയുന്നതോടുകൂടി ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലെ അതത് നിയോജക മണ്ഡലങ്ങളിൽ ഉള്ള കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കും. അതിനുശേഷം മറ്റ് ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ ഉൾപ്പെടെ ഈ മാസം അവസാനത്തോടുകൂടി ഏകദേശം മാർച്ച് 20 ആകുന്നതോടുകൂടി ആ കൺവെൻഷനുകൾ എല്ലാം പൂർത്തിയാക്കി പൂർണ്ണമായും അടിത്തട്ടിലുള്ള പ്രവർത്തകരെയും ഒപ്പം തന്നെ അണികളെയും ഒക്കെ ഉൾപ്പെടുത്തി വോട്ടർമാരിലേക്ക് എത്താനുള്ള ഒരു നീക്കമാണ്, അത്തരത്തിലുള്ള രീതിയാണ് LDF സ്വീകരിക്കുന്നത്. അതിൻ്റെ നടപടികളാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായും തിരഞ്ഞെടുപ്പിൽ സജീവമായിരിക്കുന്നു, പ്രവർത്തകർ സജീവമായിരിക്കുന്നു. മുഴുവൻ മേഖലകളിലും LDF മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തെ ഈ സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാം വളരെ കൃത്യമായ അജണ്ട വെച്ച് ഞെരുക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തുറന്നുകാട്ടുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റിൽ ജയിക്കുകയും പിന്നീട് കേരള കോൺഗ്രസ് LDFിലേക്ക് എത്തുകയും അതിനുശേഷമുള്ള 18 MPമാർ പാർലമെൻറ്റിൽ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യവും LDF ഏറ്റവും പ്രസക്തമായി ജനങ്ങളിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാർ കേരളത്തെ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുന്നു. കേരളത്തിൽ ഒരു പദ്ധതികളും നടപ്പിലാക്കാൻ അനുവദിക്കാതിരിക്കുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് രീതിയിൽ പാർലമെൻറ്റിലെത്തിയ UDF അംഗങ്ങൾ കേരളത്തിന് വേണ്ടി സംസാരിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം അത്തരം ഒരു രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ രീതിയാണ് നടക്കുന്നത്. എന്തായാലും ഈ കൺവെൻഷനുകൾ അവസാനിക്കുന്നതോടുകൂടി ഇടതുപക്ഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കടക്കുകയാണ്. കാവ്യ. ശരി വിജിൻ, കൂടുതൽ പ്രതിനിധികളിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, മണ്ഡലം കൺവെൻഷനുകളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് മുന്നണി. കോഴിക്കോട് ഇന്ന് എങ്ങനെയാണ് പരിപാടികൾ? മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീമിന് ഇന്ന് വൈകിട്ട് കൺവെൻഷൻ ഇവിടെ നടക്കും. കോഴിക്കോട് മുതലക്കുളം മൈതാനിയിലാണ് കൺവെൻഷൻ നടക്കുക. ശ്യാംസ് കുമാറാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. രാവിലെ 9 മണിക്കായിരിക്കും ഇന്നത്തെ ആദ്യ പര്യടനം ആരംഭിക്കുക. പുതിയ പാലത്താണ് ആദ്യ പര്യടനം. അതിനുശേഷം 10 മണിക്ക് ബേപ്പൂരിലും
സ്ഥാനാർത്ഥി പര്യടനം നടത്തും. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കൊക്കെ ആവേശോജ്വലപരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ബാലുശ്ശേരി, നന്മണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ എളമരം കരീമിൻ്റെ പര്യടനം. അതിനൊപ്പം തന്നെ വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്ക് ഇന്ന് ഉച്ചവരെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇല്ല. ഉച്ചയ്ക്ക് ശേഷം വടകര മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പര്യടനവും വിവിധ പരിപാടികളിലും ടീച്ചർ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ പൂർണ്ണമായും കൊയിലാണ്ടി മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ടീച്ചർ പര്യടനം നടത്തിയത്. വീടുകളും വ്യക്തികളെ നേരിട്ട് കണ്ടും മറ്റിടങ്ങളിലേക്കൊക്കെ തന്നെ ഇറങ്ങിച്ചെന്നും സ്ഥാനാർത്ഥിക്ക് ആവേശോജ്വലകരമായ സ്വീകരണമാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചത്. നമുക്കറിയാം, സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറെ മുൻപേ തന്നെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഏകദേശം രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെയും എത്തി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് പുറത്തു വന്നത്. അതിന് പിന്നാലെ തന്നെ വടകര മണ്ഡലം കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ ഇന്ന് തന്നെ മണ്ഡലത്തിൽ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം MK രാഘവൻ ഇന്ന് രാവിലെ 9 മണിക്ക് MT വാസുദേവൻ നായരെ കാണുകയും ചെയ്യും. ഏതായാലും തെരഞ്ഞെടുപ്പ് ഏകദേശം അടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥി പര്യടനവും നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. കാവ്യ. ശരി, മേഘയാണ് കോഴിക്കോട് നിന്നുമുള്ള കോഴിക്കോട് വടകര മണ്ഡലങ്ങളുടെ ഒരു പൊതുചിത്രം ഇപ്പോൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു ചേരുന്നുണ്ട്. വൈകിട്ട് 4 മണിക്ക് പത്തനംതിട്ട റോയൽ ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടക്കുക. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സുജു, നമുക്കറിയാം ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രചാരണ രംഗത്ത് വലിയ ആവേശം എല്ലാവരും അവിടെ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഒരു വലിയ പ്രാതിനിധ്യം ഈ പ്രചാരണ രംഗത്തുടനീളം കാണുന്ന ഒരു ഘട്ടമാണ്. സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ എങ്ങനെ, മണ്ഡലം കൺവെൻഷൻ സംബന്ധിച്ച വിശദാംശങ്ങൾ എങ്ങനെ? കാവ്യ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ നടക്കുക. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലൊരു ആവേശം വിതറിക്കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്ന. യുവാക്കളുടെ പങ്കാളിത്തത്തിനപ്പുറത്തേക്ക് സ്ത്രീ പങ്കാളിത്തമാണ് തോമസ് ഐസക്കിന്റെ പ്രചരണ രംഗത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് കുടുംബശ്രീ അതിൻ്റെ 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ്. കുടുംബശ്രീ നടപ്പാക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് തോമസ് ഐസക്ക്. അവരുടെ ഒരു കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന് വലിയ മാതൃക സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സംരംഭമാണ് കുടുംബശ്രീ. അതിന് വലിയ അതുല്യ സംഭാവനകൾ നൽകിയ നേതാവ് കൂടിയാണ് തോമസ് ഐസക്ക്. അദ്ദേഹം ഈ പത്തനംതിട്ടയിൽ മത്സരത്തിനായി എത്തുമ്പോൾ കുടുംബശ്രീ പ്രവർത്തകരുടെയും സ്ത്രീകളുടെയൊക്കെ തന്നെ വലിയ ഒരു പങ്കാളിത്തം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ മറ്റു മുന്നണികളെ സംബന്ധിച്ചോളം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് വലിയ രീതിയിൽ സജീവമായിട്ടില്ല. അനിൽ ആന്റണിയാണ് NDA സ്ഥാനാർത്ഥി. ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്നലെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇടയ്ക്ക് കനകലുവിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ കോൺഗ്രസിൽ ചെറിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ, ആന്റണിയെ മാറ്റുമോ എന്ന ആശങ്ക UDF ക്യാമ്പിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇനി LDFിൻ്റെ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോഴാണ് മറ്റു മുന്നണികൾ അവരുടെ ഒന്നാം ഘട്ട പ്രചരണത്തിലേക്ക് ആരംഭിക്കുന്നത്. എന്നാലും പ്രചരണ രംഗത്ത് LDF പത്തനംതിട്ടയിൽ മറ്റു മുന്നണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബഹുദൂരം മുന്നിലാണ്. കാവ്യ. ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ നിന്നും തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ, ഒരുപക്ഷെ മാറിമറിഞ്ഞ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്ന മണ്ഡലമായി ഇപ്പോൾ തൃശ്ശൂരിനെ കണക്കാക്കേണ്ടി വരും. തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിനെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നതും. പ്രചാരണ രംഗത്ത് മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും പോലെ തന്നെ വലിയൊരു മുൻതൂക്കം, ഒരു മുൻകൈ, മേൽക്കൈ അത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കുണ്ട്. ഇന്ന് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അവിടെ നടക്കുന്നത്? കൺവെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ എങ്ങനെ? കാവ്യ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിലാണ് LDFിൻ്റെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ നടക്കുന്നത്.
CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. സ്ഥാനാർത്ഥി ഉൾപ്പെടെ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുക്കും. ഉച്ചവരെ സ്ഥാനാർത്ഥിയുടെ പര്യടനമുണ്ട്. അതിനുശേഷം പിന്നീട് പ്രധാന പരിപാടി എന്നത് കൺവെൻഷനാണ്. എന്തായാലും വളരെ ശക്തമായ ഒരു ജനപ്രാതിനിധ്യമുള്ള ഒരു കൺവെൻഷനാകുമെന്നാണ് നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയിലേക്ക് ജനം ഒഴുകിയെത്തും. VS സുനിൽകുമാറിൻ്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള സ്വീകാര്യത തന്നെയാവും ഇതിന് കാരണമാവുക. എന്തായാലും വളരെയേറെ പ്രചാരണത്തിൽ മുന്നിലാണ് തൃശ്ശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. നേരത്തെ കൃഷിമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 3 നിയമസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ചതിൻ്റെ ഒരു സ്വാധീനമുണ്ട്. ജനകീയനാണ്. തൃശ്ശൂരിലെ സംബന്ധിച്ച് തൃശ്ശൂരിൽ ഒരു ഇല അനങ്ങിയാൽ VS സുനിൽകുമാർ അറിയും. അതാണ് തൃശ്ശൂരിലുള്ള അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലേക്ക് VS സുനിൽകുമാറിൻ്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ സ്വാധീനതയും വളരെ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങൾ പോലും അദ്ദേഹം സ്വീകാര്യനാണ്. സുനിലേട്ടൻ എന്നാണ് അടുപ്പമുള്ളവരെല്ലാം വിളിക്കുന്നത്. സാധാരണക്കാർ പോലും അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ മന്ത്രിയായിരിക്കുമ്പോൾ പോലും അങ്ങനെ സുനിലേട്ടൻ എന്ന് വിളിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അടുപ്പവും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അദ്ദേഹവുമായി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്വാധീനം നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ദിവസങ്ങളോളമായി ഈ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രദേശങ്ങളിൽ റോഡ് ഷോ അരങ്ങേറിയിരുന്നു. അതോടൊപ്പം തന്നെ എല്ലായിടത്തും അദ്ദേഹം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ആദ്യ റൗണ്ട് പര്യടനം ഏറെക്കുറെ ഇന്നത്തോടുകൂടി പൂർത്തിയാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി VS സുനിൽകുമാർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ശക്തമായൊരു മത്സരത്തിന് തൃശ്ശൂർ വേദിയാവുകയാണ്. സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. ഇന്നലെയോടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി, പുതിയ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയേണ്ടി വരും, K. മുരളീധരൻ ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. അതോടുകൂടി തന്നെ അവരുടെ പ്രചാരണം ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ഗായത്രി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഗായത്രി, കാവ്യ മുൻപ് സൂചിപ്പിച്ചു തുടങ്ങിയതുപോലെ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ എന്നുള്ളത് തന്നെയാണ്. ഇന്നാണ് ചാലക്കുടി മണ്ഡലത്തിലെ കൺവെൻഷൻ നടക്കാനിരിക്കുന്നത്. അങ്കമാലി കിങ്ങിണി ഗ്രൗണ്ടിൽ വൈകിട്ട് 3:30 ഈ കൺവെൻഷൻ നടക്കുക. ജനതാദൾ S നേതാവ് മാത്യു ടി തോമസ് ആണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുക. രാവിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഇന്ന് മാഷ് പ്രചരണം നടത്തുന്നത്. കടുകുറ്റി, കൊരട്ടി, മേലൂർ മേഖലകളിലാണ് ഇന്ന് രവീന്ദ്രൻ മാഷിന്റെ രാവിലെയുള്ള പ്രചരണം. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 ഈ പരസ്യ പ്രചരണം ആരംഭിച്ച അങ്കമാലിയിലെ കിങ്ങിണി ഗ്രൗണ്ടിൽ തന്നെ ഇന്ന് LDF കൺവെൻഷൻ ചാലക്കുടി മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്നത്. എറണാകുളം സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ ഇന്ന് എറണാകുളം ചേരാനല്ലൂർ, വടുതല, ചിറ്റൂർ തുടങ്ങിയ ഏരിയകളിലാണ് ഇന്നത്തെ പ്രചരണം നടത്തുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമ്പോൾ ഹൈബി ഈഡൻ തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ആദ്യഘട്ട ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു ലീഡ് ആദ്യഘട്ട പ്രവർത്തനത്തിൽ ഷൈൻ ടീച്ചർ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ആ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ വളരെ പരിചിതമായി മാറുന്ന ഒരു മുഖമായി ഷൈൻ ടീച്ചർ മാറിക്കഴിഞ്ഞു. അത്തരത്തിലൊരു സ്വീകാര്യത നേടിയെടുക്കാൻ ഷൈൻ ടീച്ചറിന് കഴിഞ്ഞുള്ളത് തന്നെയാണ് ഒരു ആദ്യഘട്ട പ്രചരണം പിന്നിടുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നൽകുന്ന ഒരു മുൻതൂക്കം. എന്തായാലും ഒരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ എന്തായാലും മുന്നോട്ട് പോവുകയാണ്. കാവ്യ. ശരി ഗായത്രി, 8 മണ്ഡലങ്ങളിലാണ് ഇന്ന് ഇടതുമുന്നണിയുടെ കൺവെൻഷൻ നടക്കാനുള്ളത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ കൺവെൻഷനുകളെല്ലാം നടക്കുക. ആ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രചാരണ രംഗത്തെ വിശേഷങ്ങൾ കൂടിയാണ് നമ്മുടെ പ്രതിനിധികൾ പങ്കുവച്ചത്.